ജിൻസിയോക്കിന്റെ ജ്യേഷ്ഠൻ ലൂസിയോക്കിനെ ആരോ തട്ടിക്കൊണ്ടുപോയി 19 ദിവസത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നാക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നത് തന്റെ ജ്യേഷ്ഠനല്ലാന്ന് അവനക്കൊരു സംശയം തോന്നാണ്. ജ്യേഷ്ഠൻ തിരിച്ചു വന്നതിൽ വീട്ടുകാരെല്ലാവരും ആഘോഷത്തിലാണ്. പക്ഷേ ജിൻസിയോക്കിന് മാത്രം സമാധാനമില്ല. അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നു. തന്റെ ജ്യേഷ്ഠന് അപകടത്തിന് മുമ്പ് ഇടതുകാലിലായിരുന്നു മുടന്ത്, പക്ഷെ ഇപ്പോൾ അത് വലതുകാലിലാണ്. മാത്രമല്ല എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചിരുന്ന ജ്യേഷ്ഠൻ ഇപ്പോൾ പുസ്തകം തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇത് തന്റെ ജ്യേഷ്ഠൻ തന്നെയാണോ എന്ന് ജിൻസിയോക്കിന് ഉറപ്പിക്കാൻ ഒരു പരീക്ഷണം നടത്തുന്നു. പക്ഷെ ആ പരീക്ഷണത്തിൽ ജ്യേഷ്ഠൻ വളരെ സമർത്ഥമായി രക്ഷപ്പെടുന്നു. ജിൻസിയോക്കിന് തോന്നുന്നത് തന്റെ അമിതമായ ഉത്കണ്ഠ കാരണമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നാണ്. ഒരു ദിവസം രാത്രി ഉറക്കത്തിനിടയിൽ ജിൻസിയോക്ക് ഉണരുന്നു. ജ്യേഷ്ഠൻ മുറിയിലില്ല. ജനലിലൂടെ നോക്കുമ്പോൾ ജ്യേഷ്ഠൻ വളരെ വേഗത്തിൽ മുടന്തില്ലാതെ നടന്നും പുറത്തേക്ക് പോകുന്നത് അവൻ കാണുന്നു. ജിൻസിയോക്ക് അവനെ പിന്തുടരുന്നു. വിജനമായ സ്ഥലത്ത് വെച്ച് ജ്യേഷ്ഠൻ ചില ഗുണ്ടകളുമായി സംസാരിക്കുന്നത് അവൻ ഒളിച്ചു നിന്ന് കാണുകയാണ്. അവിടെയുള്ള ഗുണ്ടകൾ തന്റെ ജ്യേഷ്ഠനെ സാർ എന്നാണ് സംബോധന ചെയ്യുന്നത്. ജ്യേഷ്ഠൻ അവിടെ വെച്ച് പുക വലിക്കുന്നതും പരുക്കനായി പെരുമാറുന്നത് കണ്ട് ജിൻസിയോക്ക് ഞെട്ടിപ്പോകുന്നു. പേടിച്ചുപോയ ജിൻസിയോക്ക് വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അടുത്ത ദിവസം അവൻ അച്ഛനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു. അച്ഛാ, ജ്യേഷ്ഠൻ നമ്മളെ ചതിക്കുകയാണ്. അവൻ രാത്രിയിൽ ഗുണ്ടകളെ കാണാൻ പോകുന്നുണ്ട് എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അച്ഛൻ അവനെ ആശ്വസിപ്പിക്കുകയും താൻ ഇത് അന്വേഷിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എന്നാൽ അന്ന് രാത്രി ജിൻസിയോക്ക് തന്റെ മുറിയിൽ കിടക്കുമ്പോൾ താഴത്തെ നിലയിൽ നിന്ന് സംസാരം കേൾക്കുന്നു. അവൻ രഹസ്യമായി പടികൾ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ കാണുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ്. അച്ഛനും ജ്യേഷ്ഠനും മദ്യപിച്ചുകൊണ്ട് വളരെ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. ഈ പയ്യന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവനെ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് അച്ഛൻ പറയുന്നത് ജിൻസിയോക്ക് കേൾക്കുന്നു. തന്റെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും എല്ലാം ചേർന്ന് തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ അമ്മ അവനെ കാണുന്നു. അമ്മയുടെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. ഭ്രാന്തമായ വേഗത്തിൽ ജിൻസിയോക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. താൻ വിശ്വസിച്ച തന്റെ കുടുംബം മുഴുവൻ തന്റെ ശത്രുക്കളാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുന്നു. പക്ഷെ അവിടെ പോലീസ് ഓഫീസർ പറയുന്ന ഒരു കാര്യം കേട്ട് ജിൻസിയോക്ക് മാത്രമല്ല പ്രേക്ഷകരും ഞെട്ടു. പോലീസ് ഓഫീസർ ജിൻസിയോക്കിനോട് പറഞ്ഞ സത്യം എന്താണ്? ജിൻസിയോക്കിന്റെ പ്രായം എത്രയാണ്? ഈ സിനിമയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്ന പാർട്ട് 3 കാത്തിരിക്കുക. പിന്നീട് എന്തായി എന്നറിയാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഇതിന്റെ ഫുൾ മൂവി കാണാനായിട്ട് പറ്റൂ.